കള്ളപ്പണ ഇടപാടിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ ഉടൻ അറസ്റ്റിലാകുമെന്ന സൂചന. കൂടുതൽ മുതിർന്ന ഇഡി ഉദ്യോഗസ്ഥർ റാഞ്ചിയിലെ സോറന്റെ വസതിയിലെത്തി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, 7 മണിക്കൂർ പിന്നിടുകയാണ് സോറന്റെ ചോദ്യം ചെയ്യൽ. അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴും കഴിഞ്ഞ 7 മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 1000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത്. ഇത് 3ാം തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് നേരത്തെ തന്നെ ഇ ഡി വ്യക്തമാക്കിയിരുന്നു. താൻ ആ ഒരു സമയം അവൈലബിൾ ആകുമെന്നുള്ള കാര്യം ഔദ്യോഗികമായി ഹേമന്ത് സോറന്റെ ഓഫീസ് ഇ ഡി വൃത്തങ്ങളെ അറിയിച്ചിരുന്നു. അതിനു മുമ്പ് ചില അഭ്യൂഹങ്ങൾ നടന്നിരുന്നു. അതായത് ഞായറാഴ്ച വൈകിട്ട് പ്രത്യേക വിമാനത്തിൽ റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലെത്തിയ ഹേമന്ത് സോറൻ പിന്നീട് എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു ഊഹവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇ ഡി ഉദ്യോഗസ്ഥർ ഹേമന്ത് സോറന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ എത്തിയിരുന്നു. എന്നാൽ അവിടെയും ഉണ്ടായിരുന്നില്ല. ഒപ്പം ജാർഖണ്ഡ് ഭവനിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. എന്നാൽ ഈ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഏതാണ്ട് 36 ലക്ഷം രൂപയും 2 BMW കാറുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 1000 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറനും അതേപോലെ തന്നെ ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുയായികൾക്കും കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഇ ഡിക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് 13 പേരുടെ അറസ്റ്റും നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഹേമന്ത് സോറന്റെ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 1 മണിക്കൂറിന് മുമ്പ് ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതിയിലേക്ക് 2 വലിയ വാഹനങ്ങൾ അകത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. അങ്ങനെ വലിയ ഒരു ചോദ്യചിഹ്നമായി അറസ്റ്റ് ഇന്നുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമോ എന്നുള്ളതും, ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച അവരുടെ തീരുമാനം എന്താകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇനിയും പുരോഗമിക്കുന്നു. അത് ഇനി എത്ര മണിക്കൂർ പിന്നിടുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.